ഹോപ്പണപ്പോണോ ജീവിതം മാറ്റുന്ന അത്ഭുത മന്ത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ കൊണ്ടു നടക്കുന്ന ഒരുപാട് നെഗറ്റീവ് ചിന്തകളും പഴയ കാലത്തെ വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം അല്ലേ? ഇവയൊക്കെ മാറ്റി മനസ്സിനെ ശുദ്ധീകരിക്കാനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു പുരാതന ഹാവിയൻ വിദ്യയാണ് ഹോപ്പണപ്പോണോ. ഇന്ന് നമ്മൾ ഈ അത്ഭുത മന്ത്രത്തെക്കുറിച്ചും അതെങ്ങനെ ശരിയായ രീതിയിൽ ശീലിക്കാം എന്നതിനെക്കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത്. മാനിഫെസ്റ്റ് വിധാനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നിങ്ങൾ ഡോക്ടർ ഹ്യുലെനും അദ്ദേഹത്തിന്റെ അത്ഭുത ചികിത്സയും കേട്ടിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഹവായിലെ ഒരു സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ മാനസികമായി തകരാറുള്ള കുറ്റവാളികളെ പാർപ്പിച്ചിരുന്ന ഒരു വാർഡുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും വളരെയധികം ഭയത്തിലായിരുന്നു. രോഗികളുടെ ആക്രമണ സ്വഭാവം കാരണം ജീവനക്കാർക്ക് അവിടെ അധികം നാള് ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് ഡോക്ടർ ഹ്യുലെൻ അവിടെ എത്തുന്നത്. അദ്ദേഹം ആ രോഗികളെ നേരിട്ട് പരിശോധിക്കുകയോ അവർക്ക് മരുന്നുകൾ നിർദ്ദേശിക്കുകയോ ചെയ്തില്ല. പകരം അദ്ദേഹം ചെയ്തത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു. അദ്ദേഹം തന്റെ ഓഫീസിൽ ഇരുന്ന് ഓരോ രോഗിയുടെയും മെഡിക്കൽ ഫയലുകൾ എടുത്ത് വായിക്കും. ആ ഫയലുകൾ നോക്കി തൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ വ്യക്തിയുടെ ഈ അവസ്ഥയ്ക്ക് എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിന് ഞാൻ പ്രപഞ്ചത്തോട് ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം നിരന്തരം ഈ 4 വരികൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഇതായിരുന്നു ആ വരികൾ: ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ, നന്ദി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വാർഡിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ചങ്ങലയിലിട്ടിരുന്ന രോഗികൾ ശാന്തരായി, മരുന്നുകളുടെ അളവ് കുറച്ചു, ജീവനക്കാർ സന്തോഷത്തോടെ ജോലിക്ക് വരാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വാർഡിലെ ഭൂരിഭാഗം രോഗികളും സുഖം പ്രാപിച്ച് പുറത്തിറങ്ങി. ഈ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നതേ, നമ്മുടെ ലോകത്ത് നാം കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളിൽ തന്നെ ഒരു പരിഹാരമുണ്ട്. ഈ ഹോപ്പണപ്പോയിലും പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെയും ഓർമ്മകളെയും ഈ മന്ത്രത്തിലൂടെ ശുദ്ധീകരിക്കുമ്പോൾ പുറത്തുള്ള ലോകവും മാറാൻ തുടങ്ങുന്നു. ഹോപ്പണപ്പോ എന്നാൽ തിരുത്തുക അല്ലെങ്കിൽ ശരിയാക്കുക എന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ എന്ന തത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് മെമ്മറീസിനെ ക്ലീൻ ചെയ്യുന്നതിലൂടെ പുറം ലോകത്തെ സാഹചര്യത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിൽ പ്രധാനമായും ലളിതമായ 4 വരികളാണ്: ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ വരികളുടെ അർത്ഥം നമുക്ക് നോക്കിയാലോ? ഐ ആം സോറി, ഇവിടെ നിങ്ങളെ ആരോടും മാപ്പ് ചോദിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ ഏതോ ഒരു ചിന്തയുടെ ഫലമാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. എൻ്റെ ഉള്ളിലെ ഏതോ ഒരു നെഗറ്റീവ് മെമ്മറി കാരണമാണ് ഇതെനിക്ക് സംഭവിച്ചിരിക്കുന്നത്, അതിൽ ഞാൻ ഖേദിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. പ്ലീസ് ഫോർഗിവ് മീ. ആ നെഗറ്റീവ് എനർജിയിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി പ്രപഞ്ചത്തോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോടോ തന്നെ നിങ്ങൾ ചോദിക്കുന്ന വിമോചനമാണിത്. താങ്ക് യു, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ പോകുന്നു എന്നതിനും മനസ്സിനെ ശുദ്ധീകരിക്കാൻ അവസരം ലഭിച്ചതിനും നമ്മൾ നൽകുന്ന നന്ദി പ്രകടനമാണിത്. ഐ ലവ് യു. ഇത് ഏറ്റവും ശക്തമായ ഒന്നാണ്, സെൽഫ് ലവ്. നമ്മളെ തന്നെയും പ്രപഞ്ചത്തെയും സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് മാറുന്നു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടേ പ്രത്യേക സമയമോ സ്ഥലമോ ഒന്നും ആവശ്യമില്ല. എങ്കിലും താഴെ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഫലം കിട്ടും. ശാന്തമായ ഒരിടത്തിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ചിന്തിക്കുക. മനസ്സിൽ തട്ടി ഈ 4 വരികൾ ആവർത്തിച്ച് പറയുക: ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. 108 തവണ പറയുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ പോലും മനസ്സിൽ ഇത് ഉരുവിടാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഗുണങ്ങളെ
മനസ്സിൽ അനാവശ്യ ഭയവും ഉത്കണ്ഠയൊക്കെ മാറിക്കിട്ടുന്നു. ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാൻ സഹായിക്കുന്നു. സാമ്പത്തികമായ തടസ്സങ്ങൾ മാറുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുന്നു. വിശ്വാസത്തോടെയും സ്നേഹത്തോടും കൂടെ ഈ മന്ത്രം ചൊല്ലി തുടങ്ങൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി. ഐ ലവ് യു.